നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ വഴിയരികിലും വീടിൻ്റെ പറമ്പിലും ഒക്കെ ആണെങ്കിൽ കൊഴുപ്പച്ചീര കിളിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് തോരൻ വെക്കാമെന്നുള്ള പ്ലാനിലായിരുന്നേ. അങ്ങനെ തോരൻ വെക്കാനായിട്ട് കൊഴുപ്പച്ചീര തപ്പി നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പറമ്പിൽ നോക്കി വന്നതാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ നല്ല കൊഴുത്ത് തളിർത്ത് കിളിപ്പുണ്ടായിരുന്നേ. അതിൽ നിന്ന് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് നല്ല തളിർത്ത് കിളിച്ച കുറച്ച് തണ്ട് മാത്രം ഒടിച്ചെടുത്തത്. കാരണം നമ്മുടെ വീട്ടിൽ അധികം ആരും തോരൻ കഴിക്കില്ല. ഞാനും ഉമ്മച്ചിയും വാപ്പച്ചിയും മാത്രം റെയർലി കഴിക്കത്തതേ ഉള്ളൂ. അങ്ങനെ അതും പറിച്ചുകൊണ്ട് വന്ന് തലേന്നത്തെ കോരയാണെങ്കിൽ നമുക്ക് പറ്റിച്ചതുണ്ടായിരുന്നു. പല്ലിക്കോര, എനിക്കങ്ങനെ പല്ലിക്കോര കറി ഇഷ്ടമല്ല. പല്ലിക്കോര പൊരിക്കാനേ കൊള്ളത്തുള്ളൂ, കറി വെക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ അടുപ്പും കാര്യങ്ങളും എല്ലാം തൂത്തു ഉടച്ചെല്ലാം വൃത്തിയാക്കി. എപ്പോഴും അടുപ്പിൽ ചായ തിളച്ച് വീഴുന്ന പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല എട്ടിൻ്റെ പണി കിട്ടുവേ. അങ്ങനെ കുഴപ്പച്ചീര അങ്ങടേക്ക് മാറ്റി വെച്ച് ഇങ്ങനെ എല്ലാം തൂത്ത് ഉടച്ച് വൃത്തിയാക്കി. ആകെ ഇച്ചിരി ഉള്ളായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ എളുപ്പമാണ്. ഈ അരിയൽ പരിപാടി എനിക്കിപ്പോൾ സ്ഥിരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയാൻ. അങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചു മുഖത്ത് എന്തെങ്കിലും ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും പാലും ഒക്കെ മിക്സ് ചെയ്ത് മുഖത്തിട്ട് മുഖമൊക്കെ നന്നായിട്ട് ഡള്ളായേ. എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനത്തേക്കിനും എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചീര നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല പരിപ്പോ അല്ലെങ്കിൽ നമ്മുടെ കടലപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്നിട്ട് ചെറുതായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ഇതിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, തേങ്ങ ഇട്ടിട്ട്. നമുക്ക് ചുമ്മാ കുറിക്കാനാണെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ല പ്ലീസ്.